നമസ്കാരം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥ. 100 രൂപ നോട്ട്. 100 രൂപ നോട്ട്. വെളുപ്പിനെ കുളിച്ച് കാപ്പി കുടിച്ച് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോയ അതിഥി ഉച്ചയോടടുത്തപ്പോൾ വിയർത്ത് കുളിച്ച് ക്ഷീണിതനായി തിരിച്ചു വന്ന് ആതിഥേയൻ്റെ മുമ്പിൽ ഒരു 100 രൂപ നോട്ട് വെച്ചിട്ട് പറഞ്ഞു, മാപ്പാക്കണം, ഞാൻ വലിയ തെറ്റ് ചെയ്തു. കടത്ത് കടവിൽ ഇരുന്ന് ഞാൻ വളരെ നേരം ആലോചിച്ചു. ജീവിതത്തിന് ഒരു തത്വശാസ്ത്രം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ചിന്തകൾ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നു. ആകെ വിഷമം. നിങ്ങൾ എന്നെ നല്ല മുഖത്തോടെ സ്വീകരിച്ചു. അസമയത്ത് കയറി വന്ന എനിക്ക് ആഹാരം തന്നു. രാത്രി കിടക്കാൻ മാന്യമായ സ്ഥലവും തന്നു. നാം തമ്മിൽ ഒരു പരിചയവും ഇല്ല. എങ്കിലും നിങ്ങൾ എന്നെ ബഹുമാന്യ അതിഥിയായി സ്വീകരിച്ചു. ഞാൻ നിങ്ങളോട് വലിയ ഒരു തെറ്റ് ചെയ്തു. എന്ത് തെറ്റ്? ഈ 100 രൂപ നോട്ട് ഇന്നലെ പാതിരാത്രി കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. ഈ 100 രൂപ നോട്ട് ഇന്നലെ പാതിരാത്രി കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ ഈ ലോകത്തെ പറ്റിയും ജീവിതത്തെ പറ്റിയും ഒക്കെ വിചാരിച്ചു കിടന്നു. മനസ്സിന് സമാധാനമില്ല. ലൈറ്റ് നിന്ന് കത്തുന്നുണ്ടായിരുന്നു. ഞാൻ കിടക്കയിൽ എണീറ്റിരുന്നു. എന്തെങ്കിലും വായിക്കാമെന്ന് വിചാരിച്ചു. പുസ്തകങ്ങൾ അടുക്കി വെച്ച നിങ്ങളുടെ അലമാരി പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് തുറന്നു. അനേകം ഗ്രന്ഥങ്ങൾ ഇരിക്കുന്നത് കണ്ടു. ആത്മകഥകൾ, യാത്രാസ്മരണകൾ, തത്വജ്ഞാന ഗ്രന്ഥങ്ങൾ, കവിതകൾ, കഥകൾ, അക്കൂട്ടത്തിൽ ഭഗവത്ഗീത, ബൈബിൾ, ഖുർആൻ. ഞാൻ അതിൽ നിന്ന് ഖുർആൻ എടുത്തു. ഇംഗ്ലീഷും ഹിന്ദിയുമാണ്. ഭംഗിയുള്ള ഗ്രന്ഥം. ഞാനത് കുറേ നേരം ആദ്യ ഭാഗം വായിച്ചു. എന്നിട്ട് മടക്കി വെച്ചു. ഞാൻ വീണ്ടും ഖുർആൻ തുറന്നു. ഞാൻ ആകെ എന്താ പറയുക? എനിക്കൊരു സംഭ്രമം പോലെ തോന്നി. ഖുർആൻ്റെ അകത്ത് 4 മടക്കിയ ഒരു പുത്തൻ 100 രൂപ നോട്ടിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ളവരും ഉറക്കമാണ്. ഞാൻ നോട്ടെടുത്ത് എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് ഖുർആൻ തിരികെ അലമാരിയിൽ വെച്ചു. എന്നിട്ട് ലൈറ്റ് അണച്ച് കിടന്നു. ഇന്ന് കാലത്ത് കുളി കഴിഞ്ഞ് കാപ്പി തന്ന് നിങ്ങൾ എന്നെ സന്തോഷത്തോടെ യാത്രയാക്കി. വഴിച്ചെലവിന് കാശുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മനസ്സിൽ പരിഭ്രമമുണ്ടായിരുന്നു. ഞാൻ കള്ളനാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾ പറഞ്ഞു, നമ്മളെ എല്ലാം ദൈവം രക്ഷിക്കട്ടെ. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. നിങ്ങളുടെ ഈ 100 രൂപ നോട്ട് നിങ്ങൾ സ്വീകരിക്കൂ. ആതിഥേയൻ 100 രൂപ നോട്ട് കയ്യിലെടുത്ത് ചിന്തയിൽ മുഴുകി അങ്ങനെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, സാരമില്ല, ഒരു വഞ്ചനയുടെ കഥയുണ്ട് ഈ നോട്ടിൽ. നിങ്ങൾ ഏതായാലും ഊണ് കഴിച്ച് വെയിലാറിയിട്ട് പോയാൽ മതി. ഞാൻ ഈ 100 രൂപ നോട്ട് ഖുർആൻ്റെ അകത്ത് വെക്കാൻ പാടില്ലാത്തതാണ്. വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അടയാളത്തിന് വെച്ചു, പിന്നെ മറന്നുപോയി. നിങ്ങൾ ഇതും കൊണ്ടുപോകാതെ തിരികെ വന്നത് നന്നായി. ഇനി ഇത് വെച്ചേക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഒരു വഞ്ചനയുടെ കഥ ഉണ്ട് ഈ 100 രൂപ നോട്ടിൽ. ആതിഥേയൻ തീപ്പെട്ടി ഉരച്ച് 100 രൂപ നോട്ടിൻ്റെ ഒരറ്റത്ത് തീ കൊളുത്തി. ആ ജ്വാലയിൽ നിന്ന് ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചു. നോട്ട് കത്തിക്കരിഞ്ഞ് ചാമ്പലായി. അതിഥി സ്തബ്ധനായി ഇരിക്കുകയാണ്. ആതിഥേയൻ പറഞ്ഞു, മനുഷ്യൻ എന്തുകൊണ്ട് വഞ്ചന കാണിക്കുന്നു? അറിഞ്ഞുകൊണ്ട് ചതിക്കുന്നു. ഈശ്വരവിശ്വാസിയും നിരീശ്വരനും ഒരുപോലെ തെറ്റ് ചെയ്യുന്നു. തിന്മക്ക് ശിക്ഷയുണ്ട്. ഇത് മനുഷ്യൻ മറന്നുപോകുന്നു. പക്ഷേ മറവിയാണോ? അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുന്നുണ്ട്. ആ 100 രൂപ നോട്ടെടുത്തപ്പോൾ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു. അന്യൻ്റെ മുതൽ അപഹരിക്കരുത്. നിങ്ങളുടെ മനസ്സാക്ഷി സമ്മതിച്ചില്ല. ഹൃദയത്തിൻ്റെ അകത്ത് ഒരു അസുഖം. നിങ്ങളത് തിരികെ കൊണ്ടുവന്ന് തന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സാക്ഷി സമ്മതിച്ചില്ല? ആ 100 രൂപ നോട്ട് എങ്ങനെ ഉണ്ടായി? താനെ ഉണ്ടായതാണോ? ഖുർആൻ്റെ അകത്ത് എങ്ങനെ വന്നു? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെച്ചതാണ്. ഞാൻ എങ്ങനെ ഉണ്ടായി? നിങ്ങൾ എങ്ങനെ ഉണ്ടായി? ആ നോട്ട് ഇവിടെ എങ്ങനെ വന്നു എന്ന് പറയാം. ഈശ്വരഭക്തനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് 2-3 ആൺമക്കൾ, വലിയ സ്വത്തില്ല, കഷ്ടിച്ച് ജീവിക്കാം. വീടാന്തരം പത്രമാസികകൾ കൊണ്ടുകൊടുക്കും, പുസ്തകങ്ങളും. അങ്ങനെയാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയം. സൗമ്യശീലനാണ്. അദ്ദേഹം മക്കളെ പഠിപ്പിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ്. മൂത്ത 2 മക്കൾ MA പാസ്സായി. അവർക്ക് ജോലി കിട്ടി. എല്ലാറ്റിലും ഇളയ മകൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പിതാവ് മരിച്ചു. അങ്ങനെ ആ യുവാവിൻ്റെ പഠിപ്പ് അവസാനിച്ചു. ആൾ വളരെ സൽസ്വഭാവിയാണെന്ന് എനിക്ക് തോന്നി. ചിരിച്ചുകൊണ്ടാണ് വർത്തമാനം. മിക്ക ദിവസവും എൻ്റെ അടുത്ത് വരും.
പിതാവിൻ്റെ യോഗ്യതകളെപ്പറ്റി ഞാൻ സംസാരിക്കും. മക്കളെ നല്ല നിലക്ക് വളർത്താൻ ശ്രമിച്ച പിതാവ്. അത് ഓർമ്മ വേണം. നല്ല നിലക്ക് വളരണം, ഉത്തമ മനുഷ്യനായി ജീവിക്കണം. യുവാവാണ്, പ്രലോഭനങ്ങൾക്ക് സംവദനാകരുത്, പ്രലോഭനങ്ങൾക്ക് വശംവദനാകരുത്. തെറ്റും ശരിയുമുണ്ട്, തെറ്റുകൾ പറ്റാതെ ജീവിക്കുക. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് പൊതുകാര്യ പ്രസക്തനായി രാഷ്ട്രീയ കക്ഷിയിൽ ചേർന്നു. എൻ്റെ അടുത്ത് വന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ പറയും. ഒരു ദിവസം എന്നോട് 5 രൂപ കടം ചോദിച്ചു. ഞാനത് കൊടുത്തു. പറഞ്ഞ അവധിക്ക് തിരിച്ചു തന്നു. പിന്നെ 10 രൂപ, 20, 50 എല്ലാം കണിശമായി പറഞ്ഞ അവധിക്ക് തന്നെ തന്നു. ഒടുവിൽ 100 രൂപ കടം ചോദിച്ചു. തോന്നുമ്പോൾ പണം എടുക്കാൻ പറ്റിയ ഒരു നിലയിലല്ല എൻ്റേത്. എങ്കിലും ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തു. പറഞ്ഞ അവധിക്ക് തന്നില്ല. തന്നെയുമല്ല, എന്നെ വന്ന് കാണാതെയുമായി. വല്ലപ്പോഴും കണ്ടാൽ തന്നെ കണ്ട ഭാവം നടിക്കില്ല. ഞാനാ കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച പിതാവിനെ പറ്റി ഓർത്തു. ഒരു ദിവസം മകനെ ഞാൻ റോഡിൽ തടഞ്ഞു നിർത്തി പറഞ്ഞു, നിങ്ങൾ തിരികെ തരാമെന്ന് പറഞ്ഞ് എൻ്റെ പക്കൽ നിന്ന് 100 രൂപ കടമായി വാങ്ങിയത് മറന്നു കളയുക. ഞാനും മറന്നേക്കാം. ഷേക്ക് ഹാൻഡ്. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. ഇനിയാണ് രസം. മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു? കുറേ മാസം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ 100 രൂപയുടെ ഒരു നോട്ട് കൊണ്ടുവന്ന് തന്നിട്ട് എൻ്റെ പക്കൽ നിന്ന്. കുറേ മാസം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ 100 രൂപയുടെ ഒരു നോട്ട് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് എൻ്റെ പക്കൽ നിന്ന് രസീത് വാങ്ങിപ്പോയി. ഞാൻ പണം കൊടുക്കുമ്പോൾ രസീത് വാങ്ങിയിരുന്നില്ല. ആ 100 രൂപയുടെ നോട്ടാണ് നിങ്ങൾ ഖുറാനിൽ നിന്ന് എടുത്തു കൊണ്ടുപോയതും തിരികെ കൊണ്ടുവന്ന് തന്നതും. അത് കത്തിച്ചു കളഞ്ഞത് എന്തിനാണ്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആതിഥേയൻ ചോദിച്ചു. അത് കള്ളനോട്ടായിരുന്നു, 100 രൂപ നോട്ട്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. വീണ്ടും കാണാം.